വഞ്ചകനാണ്. വിദേശ മണ്ണിൽ പോയി ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനാണ് നിരന്തരം ശ്രമിക്കുന്നത്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിൽ തിരിമറി നടത്തുന്നതിന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിന്നെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് BJP രംഗത്ത് വന്നിരിക്കുന്നത്. അമേരിക്കയിലെ ബോസ്റ്റണിലെ ചടങ്ങിലാണ് രാഹുൽ കമ്മീഷനെതിരായ പരാമർശം നടത്തിയതും. രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിൽ BJP നേതാക്കൾ പ്രതികരണവുമായി രംഗത്ത് വരികയും ചെയ്തു. രാഹുലിനെ വഞ്ചകനെന്ന് വിളിച്ച BJP വിദേശത്ത് പോകുമ്പോഴെല്ലാം തന്നെ ഇന്ത്യയും ജനാധിപത്യ സംവിധാനങ്ങളെയും അപകീർത്തിപ്പെടുത്താനാണ് രാഹുൽ ഓരോ തവണയും ശ്രമിക്കുന്നതെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: പതിറ്റാണ്ടുകളായി അധികാരമാണ് രാജകുടുംബത്തിലെ ഒരു കിരീടാവകാശി എന്നാണ് രാഹുലിനെ വിശേഷിപ്പിച്ച അദ്ദേഹമാകട്ടെ ആഗോളതലത്തിൽ ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യ പാരമ്പര്യങ്ങൾ അംഗീകരിക്കപ്പെട്ടതിലുള്ള അസ്വസ്ഥത കൊണ്ടുള്ളതാണ് രാഹുലിന്റെ പരാമർശങ്ങളെന്നും തുടർച്ചയായിട്ടുള്ള പരാജയങ്ങളുടെ നിരാശ അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ട്, അതിനാലാണ് ഇത്തരത്തിൽ മനോനില തെറ്റിയവരെ പോലെ തന്നെ പ്രവർത്തിക്കുന്നതെന്നും എന്നതായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത്. അതേപോലെ തന്നെ BJP നേതാവ് സാംബിത് പത്ര പറയുന്നത് ഇങ്ങനെയാണ്: രാജ്യത്തെ അപകീർത്തിപ്പെടുത്താൻ രാഹുൽ US പോയപ്പോൾ US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിലായിരുന്നു എന്നത് വിരോധാഭാസമാണ്. 2010 കോമൺവെൽത്ത് ഗെയിംസിൽ നടന്ന സമയത്തും രാഹുലും അവരുടെ എല്ലാ നേതാക്കളും ഇതേ കാര്യം ചെയ്തുവെന്നും ഓർക്കണം. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്കായി വിട്ടുവീഴ്ച ചെയ്തുവെന്നാണ് രാഹുൽ പറഞ്ഞത്. നിങ്ങൾ ECIയുമായി ഒത്തുതീർപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? അതേ കാലയളവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി വാദ്രയും വിജയിച്ചുവെന്നും അതുപോലെ തന്നെ റോബർട്ട് വാദ്രയുടെ മധ്യസ്ഥതയിൽ അവരും തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഒരു ഒത്തുതീർപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ടോ, അതിലാണോ വിജയിച്ചതെന്നും അതോ അവരുടെ കഠിനാധ്വാനം കൊണ്ടാണോ എന്നത് വ്യക്തമാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിക്കുകയാണ് ചെയ്തിരിക്കുന്നതും. അതേസമയം രാഹുൽ ഗാന്ധി അമേരിക്കൻ സന്ദർശനത്തിനിടെയാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നതും. മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് വീഴ്ച പറ്റിയെന്നും നിലവിലെ സംവിധാനത്തിൽ സാരമായ തകരാറുണ്ട് എന്നും രാഹുൽ ആരോപിക്കുകയാണ് ചെയ്തത്. ബോസ്റ്റണിൽ പ്രവാസി ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യവെയാണ് രാഹുൽ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നതും. അതുപോലെ മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പ്രായപൂർത്തിയാകാത്തവരെക്കാൾ കൂടുതൽ പേർ വോട്ട് ചെയ്തുവെന്നും അതിന്റെ കണക്കും രാഹുൽ വിശദീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈകുന്നേരം 5:30 വോട്ടിംഗ് കണക്ക് നൽകി. പിന്നീട് 7:30 നൽകിയ കണക്കിൽ 2 മണിക്കൂറിനിടെ 65 ലക്ഷം പേർ വോട്ട് ചെയ്തതായി പറയുന്നു. ഇത് അസാധ്യമാണ് എന്നും ഒരാൾ വോട്ട് ചെയ്താൽ 3 മിനിറ്റ് എടുക്കുമെന്നും അങ്ങനെയെങ്കിൽ ഇത്രയും പേർ വോട്ട് ചെയ്യാൻ പുലർച്ചെ 2 വരെ വരി നിൽക്കണമെന്നും, പക്ഷേ ഇവിടെ അത് സംഭവിച്ചില്ല എന്നും രാഹുൽ ഗാന്ധി പറയുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വോട്ടെടുപ്പിന്റെ വീഡിയോ ആവശ്യപ്പെട്ടിരുന്നു. അവർ തരാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, വീഡിയോ ആവശ്യപ്പെടാൻ അനുവാദമില്ലാത്ത വിധം നിയമം മാറ്റി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വീഴ്ച സംഭവിച്ചെന്ന് ഉറപ്പാണ്. കൂടാതെ തന്നെ സംവിധാനത്തിൽ കുഴപ്പമുണ്ട് എന്ന് വ്യക്തമാണ് എന്നും ഇത് താൻ പലതവണ പറഞ്ഞിട്ടുള്ളതായും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.